നമസ്കാരം. ദിയ കൃഷ്ണകുമാറിന്റെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണ കേസിൽ കൗണ്ടർ കേസിട്ട മ്യൂസിയം പോലീസിന്റെ നടപടിക്കെതിരെ വിമർശനം ഇപ്പോൾ കടുക്കുകയാണ്. പരാതിക്കാരായിട്ട് പോലും കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകൾ അടക്കമാണ് കടുത്ത വിമർശനത്തിന് ഇപ്പോൾ വഴിവെക്കുന്നത്. അടിസ്ഥാനപരമായ പരിശോധന പോലും നടത്താതെയാണ് ഇപ്പോൾ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടിയെന്ന എതിർപ്പുകൾ ഇടയാക്കുന്നതെന്നും പറയുന്നുണ്ട്. പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ ജി കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി, പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു, കൃഷ്ണകുമാർ ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുൻപിലാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് നടപടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. 23 വർഷവും 3 മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന 7 കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത്. ഇതിൽ തന്നെ 10 വർഷം തടവിലാകാൻ കഴിയുന്ന 3 വകുപ്പുകൾ ജാമ്യമില്ലാത്തവയുമാണ്. ഭാരതീയ നിയമ സംഹിതത്തിലെ 137(2), 308(6), 296(b), 75(1), 351(2), 155(2), 3(5) വകുപ്പുകളാണ് കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഷണ കുറ്റത്തിന് തെളിവുകൾ അടക്കം ഉണ്ടെന്നിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മകളുടെ സ്ഥാപനത്തിൽ നടന്ന മോഷണ വിഷയത്തിലാണ് ഇടപെടൽ നടത്തിയതെന്നതിന്റെ പേരിലാണ് കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അല്ലെങ്കിൽ യുവതികൾ തെളിവ് നൽകട്ടെ എന്നുമാണ് കൃഷ്ണകുമാറും വ്യക്തമാക്കുന്ന ഒരു കാര്യം. മോഷണ കേസിലെ തന്നെ അന്വേഷണത്തിൽ കാര്യക്ഷമതയില്ലെന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരെ അടിസ്ഥാനരഹിതമെന്ന തോന്നൽ ആരോപണത്തിൽ കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്നും പണം തട്ടിയതിനു പിന്നിലെ വലിയ സംഘം ഉണ്ടാകുമെന്നും കൃഷ്ണകുമാർ പ്രതികരിക്കുകയുണ്ടായി. 4 പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ താനത് സന്തോഷത്തോടു കൂടിയാണ് നടത്തുന്നത്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് ന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവുകൾ ലഭിക്കും. എഫ്ഐആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തിരിമറിയിൽ ജീവനക്കാരെ ഫ്ളാറ്റിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്ത വിവരങ്ങൾ അറിയാനാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ മാത്രം മതി, സത്യം പുറത്തുവരുമെന്നും പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിച്ചു. പോലീസുകാർ 3 വനിതാ ജീവനക്കാരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം പരിശോധിച്ചാൽ സത്യം മനസ്സിലാകും. ഞങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ തെളിവുകളൊന്നും തന്നെ കാണിക്കുന്നില്ല. അത് വ്യക്തമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പോലീസ് ഞങ്ങൾക്ക് അനുകൂലമായ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണമെന്ന് പറയുമെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് ഒരു പെൺകുട്ടി ബിസിനസ് തുടങ്ങി. അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുന്ന വേദന ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. നമ്മളിൽ പലരും പലതരത്തിൽ ജനിച്ചവരാണ്. നമ്മളിൽ പലരും പല രീതിയിൽ ചോദ്യം ചോദിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം കേസിൽ സമഗ്ര അന്വേഷണം നടത്തി എല്ലാ മൊഴികളും പരിശോധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തെളിവുകൾ ഇല്ലാതാകുമ്പോൾ ജീവനക്കാർ ജാതി കാർഡ് ഇറക്കിയവർക്ക് പിന്നീട് കൃഷ്ണകുമാർ പീഡന ആരോപണവും ഉയർത്തുകയാണെന്നാണ് തെളിവുകൾ തന്നെ കാണിക്കുന്നത്.